നമ്മുടെ വിജയങ്ങളിലൊക്കെ അയാൾ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ അങ്ങനെയല്ലേ, നമ്മൾ നല്ല വിജയിയായി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അവരെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാണ് എന്നാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? എന്താണ് പ്രയാസപ്പെടും അല്ലേ, സാമ്പത്തികമായിട്ടൊക്കെ അല്ലേ? അതല്ലേ ഉദ്ദേശം? മൊത്തത്തിൽ നമ്മൾ വീക്കാവും അല്ലേ? അല്ല, അവര് ശരിക്കും നല്ലൊരു ചങ്ങാതിയാണോ എന്ന് മുസ്തഫക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്തായിരുന്നു? ഇപ്പൊ മുസ്തഫ അത്യാവശ്യം നല്ല അവസ്ഥയിലാണ്. എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇതെപ്പോഴും ഉണ്ടാവും അങ്ങനത്തെ ആളുകളല്ലേ? എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ശരിക്കും സാറാണ് പറഞ്ഞത്. നമ്മൾ വീക്കാവുമ്പോഴാണ് മനസ്സിലാവുക. അപ്പൊ നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. അത്യാവശ്യ സമയപ്പോഴാണല്ലോ വീക്കാവുമ്പോഴാണല്ലോ. പുറത്തുനിന്നൊരു സഹായം വേണ്ടത് വീക്കാവുമ്പോഴാണല്ലോ. ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ശരിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ഒരു മനുഷ്യൻ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. നാട്ടുകാരെ സുഹൃത്തുക്കളൊക്കെ വിടും, അതൊക്കെ വിടും. നമ്മളെ വീട്ടിലുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ വെറുതെ ഒന്ന് ആലോചിക്കും. അയാൾ ശരിക്കും നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ടോ? അയാളുടെ മനസ്സിൽ നമ്മൾ വിലപ്പെട്ട ഒരാളാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിക്കുന്നു. ചിലപ്പോ അബദ്ധമായിട്ടാവണമെന്നില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടെന്നെ ഒരു തെറ്റ് ചെയ്തു പോയി. നമ്മൾ നാട്ടുകാരായ മുഴുവൻ ആളുകൾ നമ്മളെ കൈവിടും. നമ്മളെ കൊണ്ടു നടന്ന മനുഷ്യർ നമ്മളെ കൈവിടും. പിന്നെ ആർക്കും നമ്മളെ വേണ്ടി വരില്ല. പക്ഷെ അപ്പോഴും നമ്മളെ വേണ്ട ഒരു മനുഷ്യനുണ്ടാവും. അയാൾ നമ്മൾ ചെയ്ത തെറ്റിനോടൊന്നും അയാൾക്ക് യോജിപ്പില്ല, പക്ഷെ അയാൾക്ക് നമ്മളെ വേണം. അങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യനാണ് എൻ്റെ മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യനാണ് ആകാശത്തിന്റെ ചുവട്ടിലെ നിങ്ങളുടെ മനുഷ്യൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എല്ലാവരും കൈവിട്ടൊരു സന്ധിയിൽ നമ്മളെ കൈവിടാത്താണ്. ബൈബിളിൽ ഒരു സ്റ്റോറി ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല. ഒരു രാജാവിനെ കുറിച്ച് ഒരു പ്രവാചകൻ സ്വപ്നം കാണുന്ന ഒരു സ്റ്റോറിയാണ്. ആ പ്രവാചകൻ ഒരു ശില്പമാണ് സ്വപ്നം കാണുന്നത് കേട്ടോ. ആ രാജാവിന്റെ ഒരു ശില്പം, ആ ശില്പം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ ലോഹം കൊണ്ടാണ് ആ രാജാവിന്റെ ശില്പം പണിയുന്നത്. എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. പക്ഷെ ഒരു അവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ലാന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും ദുർബലമായ ഒരു വസ്തു കൊണ്ടാണ്. അതെന്താണെന്നറിയോ? കളിമണ്ണ്. ഏതാണ് അവയവം എന്നറിയോ? കാൽപാദം. ശരിക്കും ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ എല്ലാ ഭാരവും കാൽപാദത്തിലേക്കല്ലേ വരിക. കാൽപാദമാണ് ശരിക്കും ഇരുമ്പോണ്ട് ഉണ്ടാക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഇരുമ്പോണ്ട് ഉണ്ടാക്കിയിട്ട് കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്. കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് ബൈബിളിലെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഒരു മനുഷ്യന്റെ മുഴുവൻ ശരീരഭാഗങ്ങളും ലോകത്തെ ഏറ്റവും ശക്തമായ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുകയോ കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യാം. എന്താ സംഭവം? ഇത്രയേ ഉള്ളൂ. ലോകത്തെ ഏറ്റവും ശക്തനായ ഒരു മനുഷ്യനും ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരു മനുഷ്യനും എത്ര വലിയ മഹാനായ മനുഷ്യനും എത്ര വലിയ ഭക്തനായ മനുഷ്യനും കാൽപാദം കളിമണ്ണാണ്. ചെറിയൊരു പ്രലോഭനത്തിൽ തട്ടുമ്പോഴേക്ക് പൊട്ടിത്തകരാൻ മാത്രം ദുർബലനാണ്. ബാക്കിയുള്ളതൊക്കെ ശക്തമാണ്. പക്ഷെ കാൽപാദമില്ലേ, ചെറിയൊരു വശീകരണത്തിൽ ചെറിയൊരു പ്രലോഭനത്തിൽ തട്ടി പൊടിയാൻ മാത്രം ദുർബലമാണ് ഏതൊരു മനുഷ്യന്റെയും കാൽപാദം. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനും അങ്ങനെ കാൽപാദം കളിമണ്ണായ ഒരു മനുഷ്യനാണ്, ദുർബലനായ ഒരു മനുഷ്യനാണ്. ഒരാളെ നമ്മൾ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്?
അയാളുടെ മുഴുവൻ ജീവിതാവസ്ഥകളിലും അയാളെ കെയർ ചെയ്യണം. അയാൾ ചിലപ്പോൾ തോറ്റുപോകുന്നൊരു മനുഷ്യനാണ്, അയാൾ അബദ്ധങ്ങൾ വരുന്നൊരു മനുഷ്യനാണ്, അയാൾ ബോധപൂർവം തന്നെ തെറ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ്, പോരായ്മകളുള്ളൊരു മനുഷ്യനാണ്, ഒക്കെ സംഭവിക്കും. അപ്പോഴും അയാളെ കൈവിടാതിരിക്കണം. നമ്മൾ ഈ നിസ്കരിക്കുന്ന സമയത്ത് രണ്ട് സുജൂദില്ല, രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരിക്കൂല. ഇരുന്നിട്ട് ഇങ്ങനെ കൈ ചൂണ്ടുവിരൽ ഉയർത്തുന്നതിന് മുമ്പ് സുജൂദുകളുടെ ഇടയിൽ ഇരിക്കൂല. അപ്പൊ ചൂണ്ടുവിരലൊന്നും ഉയർത്തില്ല, കുറച്ച് സമയം. അപ്പൊ ഒരു പ്രാർത്ഥനയില്ല, ആ പ്രാർത്ഥനയിൽ ഒരു വാക്ക് എന്താണെന്നറിയോ? വജ്ബുർനി എന്നറിയോ? അല്ലേ? വജ്ബുർനി. ഈ വജ്ബുർനി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ചെറിയൊരു വാക്കാണ്, പക്ഷെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നറിയോ? പഠിച്ചവന് എന്റെ പോരായ്മകൾ എനിക്ക് നീ പരിഹരിച്ചു തരണേ. കാരണം നമ്മുടെ പോരായ്മകൾ നമുക്ക് അറിയില്ലേ. നമ്മുടെ പോരായ്മകൾ മറ്റുള്ളവർക്കാണ് അറിയാം. നമ്മളെ കുറച്ചറിയുന്നവർക്ക് തീരെ അറിയില്ല. നമ്മളെ അകലെ നിന്ന് കാണുന്ന ആളുകൾക്ക് ഒന്നും നമ്മളെ കുറിച്ച് അറിയില്ല. നമ്മളോട് അടുപ്പുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ അറിയും. അടുപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പോരായ്മകൾ കൂടുതലായി അറിയും. പക്ഷെ എല്ലാം അറിയുന്ന ഒരാളോട് നമ്മൾ പറയാ, പഠിച്ചോനെ എന്റെ പോരായ്മകൾ എനിക്ക് നീ പരിഹരിച്ചു തരണമേ. കാരണം എന്താണ്? നമ്മൾ മനുഷ്യന്മാരാണ്. എല്ലാം തികഞ്ഞൊരു മനുഷ്യനെ സ്നേഹിക്കാനും കൂടെ ജീവിക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരാളെ ഈ ഭൂമിയിൽ നിന്ന് കിട്ടില്ല കേട്ടോ. എന്താ ഒരാളെ കെയർ ചെയ്യാന്ന് പറഞ്ഞാല് അയാളുടെ എല്ലാ അവസ്ഥകളെയും കെയർ ചെയ്യാനാണ്. ടെമ്പിൾ ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ട്. അവര് സുവോളജിയിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. ശരിക്കും അവരെന്താന്ന് പറയാം, ഓട്ടിസ്റ്റിക് ആണ്. അവർ രണ്ട് കാര്യങ്ങളിലാണ് പഠനങ്ങൾ നടത്തുന്നത്. ഒന്ന് ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ഒന്ന് ഈ ജന്തുക്കളുടെ സ്വഭാവത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. മേരി ടെമ്പിൾ ഗാർഡിയൻ എന്നാണ് പേര്. ഒരു അടിപൊളി മനുഷ്യനാണ് കേട്ടോ. ഓട്ടിസ്റ്റിക് ആയ ഒരാളാണ് ഇത്രയേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ് അവര്. അവര് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? എന്നെ ഒരാൾ ഇതുവരെ പ്രണയിച്ചിട്ടില്ല. എനിക്ക് പ്രണയം എന്താണെന്ന് അറിയൂല. കാരണം ഞാൻ പ്രണയത്തെ കുറിച്ച് വായിച്ചിട്ടൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. എന്നെ ഒരാൾ ഇതുവരെ പ്രണയിച്ചിട്ടില്ല. എന്നിട്ട് അവര് പറയാ പ്രണയം എന്താണെന്ന് പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഒരാൾ വേറൊരാളെ കെയർ ചെയ്യലല്ലേ. അതെന്താന്ന് അനുഭവിക്കാത്തൊരു മനുഷ്യൻ, കണ്ണ് കാണാത്തൊരു മനുഷ്യൻ പ്രകാശത്തെ കുറിച്ച് പറയണ പോലെ, കണ്ണ് കാണാത്തൊരു മനുഷ്യൻ നിറങ്ങളെ കുറിച്ച് പറയണ പോലെ, അനുഭവിച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ പ്രണയത്തെ കുറിച്ച് പറയാ. പ്രണയം എന്താണെന്ന് എനിക്ക് അറിയില്ല, ഇന്ന ഒരാൾ ഇതുവരെ പ്രണയിച്ചിട്ടില്ല. പക്ഷെ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരാൾക്ക് വേറൊരാളോട് തോന്നുന്ന കെയർ അല്ലേ അത്? ഇതൊരു വാക്കാണല്ലേ. ഒരാൾക്ക് വേറൊരാളോട് തോന്നുന്ന കെയർ അല്ലേ അത്? എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാല്? എനിക്ക് എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് എന്നാണ് അല്ലേ? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാലോ, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല. അതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു മോന് ഊട്ടിയിലേക്ക് ടൂർ പോയി, അവന്റെ ചങ്ങായിമാരുടെ കൂടെ. അവനൊരു 24 വയസ്സൊക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പൊ ഇവൻ പോയ നിമിഷം മുതൽ ഇവൻ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഉമ്മ എത്തിയോ, ഭക്ഷണം കഴിച്ചോ, എവിടെയാണ് ഉറങ്ങുന്നത്, ഓരോ സമയത്തും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഇവൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇവനെ ഉമ്മനോട് ദേഷ്യപ്പെട്ടു. കാരണം അവരുടെ ചെങ്ങാതിമാരൊക്കെ അവനെ കളിയാക്കി. എന്താ ഉമ്മ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ചെറിയ കുട്ടിയാണോ എന്നുള്ള രീതിയിൽ അവനെ കളിയാക്കിയപ്പോ ഇവന് ദേഷ്യം വന്ന് ഉമ്മയോട് ചൂടായി. ഉമ്മ ഫോണ് വെച്ചിട്ട് കരഞ്ഞിരിക്കുന്നത് വേറൊരാൾ കണ്ടു. അത് അവന്റെ പെങ്ങളാണ്. പെങ്ങൾ ആ സമയത്ത് 8 മാസം ഗർഭിണിയാണ്. അവളാണ് പിന്നെ അവനെ വിളിക്കണം. നീ ഉമ്മനോട് എന്തെങ്കിലും പറഞ്ഞോ? ഉമ്മ അവിടെ കരഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അവൻ ആദ്യം ഒഴിഞ്ഞു പറയില്ല, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലെന്ന്. അപ്പൊ ഇവള് പിന്നെയും ചോദിച്ചു, ഉമ്മ അവിടെ കരഞ്ഞിരിക്കണം, പിന്നെ എന്തുകൊണ്ടാ? നിന്നെ വിളിച്ച ശേഷമാണല്ലോ, നീ എന്തെങ്കിലും ഉമ്മയോട് പറഞ്ഞോ? സത്യം പറഞ്ഞോ? അതിൽ ഇവൻ പറഞ്ഞു, താത്ത ഉമ്മ എന്നെങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്, എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക, ഞാൻ എന്റെ ചെറിയ കുട്ടിയാണ്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, ഉമ്മയുടെ ചൂടായിരുന്നു.
അപ്പൊ ഓള് ചോദിച്ചു, ഉമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നതാണോ എന്റെ പ്രശ്നം? അതെന്തുകൊണ്ടാന്ന് എനിക്ക് അത് ഉമ്മ ആയതുകൊണ്ടാണ്. ഉമ്മക്ക് അങ്ങനെ വിളിക്കാതിരിക്കാൻ കഴിയില്ല. നീ പോയി എന്നറിഞ്ഞ നിമിഷം മുതൽ ഉമ്മ വേറൊന്നും ആലോചിക്കണില്ല. നിനക്കറിയാം, ഞാൻ 8 മാസമായിട്ടേ ഒന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ല. ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ എത്ര പൂതി ഉണ്ടെന്ന് അറിയോ നിനക്ക്? എത്ര ആഗ്രഹം ഉണ്ടെന്ന് അറിയോ നിനക്ക്? ഞാൻ ഉറക്കത്തിൽ അറിയാതെ പോലും കമിഴ്ന്ന് കിടക്കൂലടാ. അതെന്തുകൊണ്ടാന്നറിയോ? ഞാൻ ഉമ്മയായി. എന്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായ നിമിഷം മുതൽ ഞാൻ ഉമ്മയായി. ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നാൽ പൊടിഞ്ഞു പോകുന്നത് ഒരു ജീവനാണ് നിനക്കറിയാം. അതുകൊണ്ട് ഞാൻ ഉറക്കത്തിൽ അറിയാതെ പോലും കമിഴ്ന്ന് കിടക്കില്ല. ഇതാണ് ഉമ്മ. അതുകൊണ്ടാണ് ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സ്നേഹം? നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാളെ കിട്ടുകയാണ്. അതാ വേറൊന്നുമില്ല. അല്ലേ? മറ്റേ പാട്ട് കേട്ടില്ലേ? ഒരമ്മ കുട്ടിയെ താരാട്ടുന്ന പാട്ട്. അമ്മ പറയാണ്, എന്നുണ്ണി കണ്ണൻ ഉറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങാൻ. എന്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള എല്ലാവരും ഉറങ്ങണം, മൂലോകം മുഴുവൻ ഉറങ്ങണം. അത്രയും സ്വാർത്ഥയാണ് അമ്മ. ഞാൻ ഈ അടുത്തൊരു പാട്ട് കേട്ട്, നമ്മുടെ പി ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. സാധാരണ ഈ അമ്മ കുട്ടികളെ താരാട്ടുന്ന ധാരാളം പാട്ടുകളുണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. പക്ഷെ അച്ഛൻ താരാട്ടുന്ന ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പാട്ടുണ്ട് മലയാളത്തിൽ. അച്ഛനാണ് താരാട്ട് പാടുന്നത്. അതിങ്ങനെയാണ് ജയചന്ദ്രൻ പാടിയ പാട്ട. പി ജയചന്ദ്രൻ അങ്ങനെ ആ വരി ഇങ്ങനെയാ, ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയില്, എന്നോമൽ ഉറക്കമായി ഉണർത്തരുത്. ഒന്നിന് തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുത്. കുയിലിനോട് പറയാ, ഇനി പാടൽ എന്റെ കുട്ടി ഉറങ്ങണം. രാത്രിയോട് പറയാ, ഇത്രയൊന്നും നിലാവ് വേണ്ട, എന്റെ കുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാവും എന്ന് പറഞ്ഞ ശേഷം മൂന്നാമത്തെ വരി എന്താണെന്നറിയോ? മൂന്നാമത്തെ വരിയാണ് വരി. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തം എന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എന്റെ ഹൃദന്തമേ. ഹൃദയത്തോട് പറയാ, എന്റെ ഹൃദയമേ ഉറക്കം മിടിക്കല്ലേ, എന്നോമൽ ഉറക്കമായി. എന്റെ കുട്ടി ഉറങ്ങാണ്, അതിനെ ഉണർത്തരുത്. കാരണം കുട്ടി എവിടെ ഉറങ്ങണം? എവിടെ ഉറങ്ങണം? ഇവിടെയാണ് ഉറങ്ങണത്. ഇവിടെ ഉറങ്ങുന്ന, നെഞ്ചിൽ ഉറങ്ങുന്ന ആ കുട്ടിയെ നോക്കിയിട്ട് അച്ഛൻ പാടുന്ന പാട്ടാണ് ആ പാട്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്നേഹിക്കാൻ കുറച്ച് മനുഷ്യന്മാരെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ശ്രദ്ധിക്കാൻ കുറച്ച് മനുഷ്യന്മാരെ കിട്ടും. അപ്പൊ ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധ എന്ന് പറയുമ്പോൾ അയാളുടെ നല്ല അവസ്ഥകളിൽ മാത്രമുള്ളതല്ല, അത് സ്വാഭാവികമാണ്. അയാളുടെ മുഴുവൻ ജീവിതാവസ്ഥകളെയും ഒരു കണ്ടീഷനും ഇല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ അങ്ങനെ ഒരു മനുഷ്യനോട് തോന്നുന്നുണ്ടോ? ആ മനുഷ്യൻ നമ്മുടെ മനുഷ്യനാണ്. അങ്ങനെ ഒരു സ്നേഹം നമുക്ക് ഒരാളിൽ നിന്ന് കിട്ടുന്നുണ്ടോ? എങ്കിൽ അതൊരു അടിപൊളി ഭാഗ്യമാണ് ഈ ഭൂമിയിൽ കിട്ടുന്നത്.